മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളോട് ശിവാങ്ക് ഉണ്ട്. സുഖാണ് അവിടെ? സുഖമായിരിക്കുന്നു. റോഡ് എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അപ്പൊ ആദ്യം തന്നെ ആ ഒരു റെഫറിങ് ഇഷ്യൂവിനെ പറ്റി ഒന്ന് ചോദിക്കണം. ഡേവിഡ് കൂട്ടിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പഴയ വീഡിയോ ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ 2 ടൈറ്റില് പോകാനുള്ള കാരണങ്ങൾ ഇതുപോലുള്ള പല ഡിസ്റ്റൻസ് ആയിരിക്കാം. അതൊരു അസംപ്ഷനാണ്. അത് ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷേ പലപ്പോഴും പല റെഫറിമാരും ഒരു പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒബ്വിയസ്ലി ഇപ്പൊ സ്റ്റാറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ആന്റണി ടില്ലറുടെ കാര്യം നോക്കിയാലും മൈക്ക് ഡീന്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയൊക്കെ ചില മത്സരത്തിൽ കൊടുക്കുന്ന റെഡ് കാർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്താണ് ബ്രോയുടെ അഭിപ്രായത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഒഴിവാക്കാൻ വേണ്ടി എന്തായിരിക്കും ചെയ്യേണ്ടത്? അത് VAR നമുക്ക് എന്തായാലും എടുത്തു കളയാൻ പറ്റില്ലല്ലോ. അത് ഓൾറെഡി ഉള്ളതല്ലേ. എനിക്ക് തോന്നുന്നത് PGM മോഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് റെഫറീസ് മാത്രമേ ഉള്ളത്. ഇവര് വിശ്വസിക്കാൻ കൊള്ളില്ല. ഇംഗ്ലീഷ് റെഫറീസിന് ഏരിയയിലോട്ട് കൊണ്ടുവരരുത്. അതാണ് ആദ്യം വേണ്ടത്. കാര്യം ഇവരുടെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, PGM മോഡ് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ ആന്റണി ടൈലർ കഴിഞ്ഞ വർഷം ഡിമോട്ട് ആയതാണ് ചാമ്പ്യൻഷിപ്പിലോട്ട്. അത് ഇനി 2 ദിവസം കഴിഞ്ഞ് പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്നു. അതൊക്കെ വെറുതെയാണ്. അവര് എപ്പോഴും അവരുടെ കൂടെ നിൽക്കുള്ളൂ എങ്ങനെയാണെങ്കിലും. ഇപ്പൊ ഞാൻ പണ്ട് കഴിഞ്ഞ കൊല്ലത്തെ മുമ്പത്തെ ഒരു വർഷത്തെ മാച്ചിൽ മൈക്ക് ഡീൻ VAR ഒഫീഷ്യൽ ആയിരുന്നു. അപ്പൊ സ്റ്റുവർട്ട് ആർട്ടലോ എന്തോ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഡിസിഷൻ മാറ്റി പറയണ്ടെന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്തോ പറഞ്ഞു. അപ്പൊ ഇത് വന്നില്ല, ഇത് ഫുള്ള് ഇത് റെഫറിങ് അസോസിയേഷൻ, ഇത് കുറെ ഫ്രണ്ട്സിന്റെ ഒരു സെറ്റപ്പാണ്. ഒരു ഫുൾ ടൈം വന്നിട്ട് ഇവരുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഇവര് വന്നിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ക്ലബിന് സപ്പോർട്ട് ചെയ്യുക, ഹേറ്ററേറ്റ് ഉള്ള ക്ലബ്സിനെ ഇവര് മാക്സിമം കഷ്ടപ്പെടുത്താതെ അതാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അത് ചെൽസിക്ക് അനുഭവം ഉണ്ട്, ആന്റണി ടൈലർ ഉണ്ട്. അപ്പൊ ഞങ്ങളിത് സത്യം പറഞ്ഞ ഡേവിഡ് കൂട്ട് വളരെ റയർ ആയിട്ട് ഞങ്ങളുടെ റെഫറിങ്ങിൽ വന്നിട്ടുള്ളൂ. പക്ഷെ വന്ന മാച്ചിലൊക്കെ ഞങ്ങൾക്ക് പണിയാന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇയർ തന്നെ നമ്മുടെ ഒഡിഗാർഡിന്റെ മറ്റേ ബാസ്കറ്റ് ബോൾ പോലെ കളിച്ചത്, അത് ശരിക്കും പറഞ്ഞ ഹാൻഡ് ബോളാണ്, അത് പെനൽറ്റിയാണ്, അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ ഇത് സ്ഥിരം ഉള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മാറ്റുകയാണെങ്കിൽ ഒരു 5-6 ഒരുമിച്ച് മാറ്റേണ്ടി വരും. ഇപ്പൊ ഡേവിഡ് കൂട്ടർ, ആന്റണി ടൈലർ, മൈക്കിൾ ഒലിവർ, പോൾ ടിയർണി, സ്റ്റുവർട്ട് ആർട്ട്വെൽ കുറെ ഉണ്ട്. എല്ലാം സൈമൺ ഹൂപ്പറാണ് നമ്മുടെ ലാസ്റ്റ് ഇയർ ടോട്ടനം ലിവർപൂളില് ലൂയിസ് ഡിയാസിന്റെ ഓഫ് സൈഡ് കൊടുക്കാൻ സൈമൺ ഹൂപ്പറാണ്. അപ്പൊ ഇവരൊക്കെ ഉടായിപ്പാണ്, വേറെ ഉടായിപ്പാണ്. ഇവരെ ഒന്ന് ഇവരെ കൊണ്ടുവരരുത് മാച്ചിന്. അപ്പൊ എന്താ ചെയ്യാ, PGM സമ്മതിക്കില്ല, പുറത്തുള്ള റെഫറീസിനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ടൊന്നും എനിക്കൊന്നും മിക്കവാറും മാറുമായിരിക്കും. കാര്യം അവർക്ക് ഇന്ന് ക്ലബിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ പുറത്തുള്ള റെഫറീസ് ഒന്നും. ഇംഗ്ലീഷ് റെഫറീസ് തന്നെ ആവുമ്പോ ഇവരുടെ ഹോം സപ്പോർട്ട്. ഇപ്പൊ പോൾ ടിയർണി അല്ല മൈക്കിൾ ഒലിവർ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ ഫേസ്ബുക്കിലൊക്കെ പുള്ളി ന്യൂകാസിലിന്റെ സെന്റ് ജെയിംസ് പാർക്കിന്റെ ഫോട്ടോ കിട്ടുന്നുണ്ട്. അപ്പൊ പുള്ളി ന്യൂകാസിൽ ഫാനാണ്. ഇപ്പൊ ഇതേപോലെ ഇത് ഇങ്ങനെ അതായത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യും. ഇത് മാറണമെങ്കിൽ ഫോറിൻ റെഫറീസ് തന്നെ വേണ്ടി വരും. അതെ, ഉറപ്പായിട്ടും. ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോ സെമി ഓട്ടോമാറ്റഡ് വാർ കൊണ്ടുവരിക, ഈ AI കൊണ്ട് നടക്കാൻ പറ്റാത്ത കാലമാണ്. AI ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഈ റെഫറീനെ മാക്സിമം ഈ ഡിസിഷൻ മേക്കിന്ന് ഒഴിവാക്കി തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആകും. നമ്മൾ ഗോൾ ലൈൻ ടെക്നോളജി കൊണ്ടുവന്ന പോലെ തന്നെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 5 സീസണുകൾ കഴിഞ്ഞപ്പോൾ സംഭവം പെർഫെക്റ്റ് ആയി. ഇപ്പോൾ വാച്ച് നോക്കിയിട്ടാണ് ആരും ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം ടെക്നോളജി പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റഫറിമാരുടെ വാർ ഇന്റർവെൻഷനും അവരെന്താണ് പറയുന്നത് നമുക്കറിയില്ല. എസ്പെഷ്യലി സംസാരിക്കുന്നുണ്ട്, ഇതിപ്പോ ക്രിക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇവരെന്താണ് പറയുന്നത്, എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഒന്നും അറിയത്തില്ല. ഇതിപ്പോ മത്സരം കഴിഞ്ഞിട്ട് നമ്മളൊരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്താലേ ഓഡിയോ തന്നെ അവർ റിലീസ് ചെയ്യും. അവർക്ക് റിലീസ് ചെയ്യണ്ട, കാരണം അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാക്സിമം അണ്ടർ ദി കാർപ്പറ്റ് ആക്കുക എന്നുള്ള പരിപാടിയാണ്. അതെ, അതാണ് ഇപ്പൊ ക്രിക്കറ്റിലെ അമ്പയറും ഗ്രൗണ്ടിലുള്ള അമ്പയറും തേർഡ് അമ്പയറും സംസാരിക്കുന്നത് കേൾക്കാല്ലോ. ഈ VAR റൂമിൽ ഇവർ എന്താ സംസാരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്ത് തന്നെ ടോട്ടനം ലിവർപൂൾ മാച്ചിന്റെ ഓഡിയോ ലീക്ക് ആയപ്പോ കണ്ടില്ലേ, കൊടുക്കണോ കൊടുക്കണ്ടേ ഇതൊക്കെ പറഞ്ഞ് ഇവർക്ക് ഒരുമാതിരി ഒരു ഐഡിയ ഇല്ല. ഇവർക്ക് ഇത് തോറ്റാലോ ജയിച്ചാലോ ക്ലബിന് വരുന്ന പ്രശ്നങ്ങളോ അല്ലെ ക്ലബിന് അവര് എന്താണ് ഒരു കോസ്റ്റ് ചെയ്യുന്നതിന്റെ ബോധമൊന്നും അവർക്കില്ല. അവര് വന്നിട്ട് അവർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്യണം. അപ്പൊ ഇത് ഭയങ്കര അൺപ്രൊഫഷണൽ. PGM എന്ന് പറഞ്ഞ അസോസിയേഷനെ ഫ്രോഡാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, ഇവര് വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് ഇംഗ്ലണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ, പുറത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. വേറെ ലീഗിലൊന്നും നമ്മള് ഇപ്പൊ ഹ്യൂമൻ എറേഴ്സ് എന്തായാലും ഉണ്ടാവും. അത് ഈ റെഫറിങ് ഇഷ്യൂസ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ ഇത് ഒരു ക്ലബിനോടുള്ള ദേഷ്യം വെച്ച് പെരുമാറുന്നത് ശരിക്കും പറഞ്ഞ നല്ലതല്ല. അത് ഫുട്ബോളിന് നല്ലതല്ല. അതെ, അപ്പൊ എന്തായാലും ലീഗിലേക്ക് വരുമ്പോൾ ബ്രോ 28 പോയിന്റ്സ് ഫ്രം 11 മാച്ച്. എനിക്ക് തോന്നുന്നു ഒരു പുതിയ മാനേജർ വന്നതിന് ശേഷം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് റിസൾട്ടാണ്. 5 പോയിന്റ് ലീഡ്
അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയുടെ പഴയ ഫോമൊന്നും കാണുന്നില്ല. ആർസണലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സീസൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കപ്പ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ ഇപ്പോൾ മാച്ച് ഫിക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ UCL റയലിനെതിരെ കളിയുണ്ട്, സിറ്റിക്കെതിരെ കളി വരാൻ പോവാണ്. ആ മാച്ചൊക്കെ കുറച്ചുകൂടി ക്രൂഷ്യലാണ്. കാരണം ആ മൊമെന്റം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനപ്പിലേക്ക് എത്താൻ പറ്റും. അതെ അതെ അതെ, അതാണ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ഇപ്പൊ ആൾക്കാർ പറയും ഈ മന്ത് കഴിഞ്ഞതാണ് ഏറ്റവും ടഫ് ഫിക്സ്റ്റേഴ്സ്. നല്ല ഒട്ടുമല്ല. കാര്യം നമുക്ക് ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോൾ വരുന്ന സതാംപ്ടൺ അവയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഭയങ്കര ടഫ് ഫിക്സ്റ്റേഴ്സ് ആണ്. ഞാൻ നോക്കുമ്പോൾ മഡ്രിഡ് ഹോം, സിറ്റി ഹോം, അത് കഴിഞ്ഞാൽ എവർട്ടൺ ഉണ്ട്, ന്യൂകാസിൽ ഉണ്ട്, അത് കഴിഞ്ഞ് വേറെ 2-3 ടീമും കൂടെ ഉണ്ട്. ജിറോണയായിട്ട് കളിയുണ്ടെന്ന് തോന്നുന്നു. ജിറോണായിട്ട് കളിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ടഫ് ഫിക്സ്റ്റേഴ്സ് ആണ്. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ മഡ്രിഡിനെ നമ്മൾ എങ്ങാനും ഹോപ്പ്ഫുള്ളി തോപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 8 ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ബാക്കി എത്ര കളി തോറ്റാലും നമ്മൾ ടോപ്പ് 8 ഉണ്ടാവും. പക്ഷെ പ്രീമിയർ ലീഗ് അങ്ങനെയല്ല. നമ്മൾ നോക്കുമ്പോൾ മാൻസിറ്റി എന്ത് ഫോം ഔട്ട് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ദേ ആർ ദ ഫേവറേറ്റ്സ് ടു വിൻ ദ ലീഗ്. അതെല്ലാവർക്കും അറിയാം. അത് എപ്പോഴും അതെ. അത് അവർ അത്രയും നല്ല രീതിക്ക് ബിൽഡ് ചെയ്തൊരു റെപ്യൂട്ടേഷൻ അതാണ്. അവരുടെ ടീമിലുള്ള വിന്നേഴ്സ് സീരിയൽ വിന്നേഴ്സ് ആണ്. അവർക്ക് ജയിച്ച് പരിചയമുള്ള ടീമാണ്. അവരെത്ര ലോയിൽ പോയാലും അവർക്ക് ജയിച്ച് പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക്, 5 പോയിന്റ് ഗ്യാപ്പ് ഒന്നും ഒരു ഗ്യാപ്പല്ല സിറ്റിയുടെ അടുത്ത്. അത് നമുക്ക് ഒരു പോയിന്റ് ഞങ്ങൾക്ക് 2 പ്രാവശ്യമൊക്കെ ലീഗ് വേണ്ട. അപ്പോൾ നമുക്ക് അറിയാം ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സിറ്റി അത്ര അണ്ടർ പെർഫോം ചെയ്താലേ നമ്മൾ ലീഗ് അടിക്കുള്ളൂ. അല്ലെങ്കിൽ സിറ്റി എപ്പോഴും ബാക്കിലുണ്ടാവും. നമുക്ക് ആ പ്രഷറാണ്. സിറ്റി ബാക്കിലുള്ളപ്പോൾ പ്രഷറാണ്. സിറ്റി എത്ര അണ്ടർ പെർഫോം ചെയ്താലും സിറ്റി പുറകിലുണ്ടെങ്കിൽ അത് പ്രഷറാണ്. അതാണ് ആർസണൽ അത് കഴിഞ്ഞ 2 സീസൺ കഴിഞ്ഞ പോലെ അറിഞ്ഞതാണ്. അവർ ബാക്കിലുണ്ട് എന്നുള്ളൊരു പ്രഷറിലാണ് പ്ലേയേഴ്സ് ക്രംബിൾ ആയത്. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് ഇച്ചിരിയും കൂടെ ആർസണലിനെക്കാളും ജയിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ എക്സ്പീരിയൻസ് ഹെഡ്സ് ഉള്ളത് ഇച്ചിരി കൊണ്ട് നല്ലതായിരിക്കും. ജനുവരി അഡീഷൻസ് ഇല്ലാണ്ട് നടക്കൂല. അത് മെയിൻ കാര്യമാണ്. അത് അഡീഷൻസ് ട്രാൻസ്ഫേഴ്സ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കൂല. കാര്യം എത്ര അടിപൊളിയായിട്ട് കളിച്ചാലും എനിക്കൊന്ന് നിറച്ച് ഫിക്സ്റ്റേഴ്സ് ആണ്. 3 ദിവസം കൂടുമ്പോൾ ഫിക്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതും കൂടെ ആവുമ്പോൾ പിന്നെ പ്ലേയേഴ്സ് മനുഷ്യന്മാരില്ലേ, റോബോട്ട്സ് അല്ലല്ലോ. എങ്ങനെയായാലും ഒരു ഇഞ്ചുറി വരും. അത് മെയിൻ ബാക്ക് ലൈനോ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ഗ്രാൻഡ് ബോയ്സിനോ മെക്കാലിസ്റ്ററിനോ വന്നു കഴിഞ്ഞാൽ തീർന്നു. അവിടെ കൊളാപ്സ് ആവും ലിവർപൂൾ. കാര്യം നമുക്കവിടെ ബാക്കപ്പ് ഇല്ല. മിഡ്ഫീൽഡ് പിന്നെയും പോട്ടെ, ഞാൻ മെയിൻറ്റെയിൻ ടോളറേറ്റ് ചെയ്യും. പക്ഷെ ഡിഫൻസിൽ നമുക്ക് സെന്റർ ബാക്സ് ഇല്ല. പിന്നെ ലെഫ്റ്റ് ബാക്സ് പിന്നെ 2 പേരും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ സെന്റർ ബാക്സ് ഡെപ്ത് ഇല്ല. അവിടെ കളിപ്പിക്കാൻ ആളില്ല. അപ്പോൾ അവിടെ ട്രാൻസ്ഫേഴ്സ് എന്തായാലും വേണം. അത് ജനുവരി ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ഇൻകോമ്പിറ്റൻസി ആണ്. അപ്പൊ ഒന്നും പറയാനില്ല, അത് വേണം. എനിക്ക് തോന്നുന്നു FSG ഇതൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ വിചാരിച്ചു സീസൺ തുടങ്ങുമ്പോൾ പുള്ളി സ്ലോട്ടിന് ഒരു ബഡ്ജറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പുതുതായിട്ട് വന്നല്ലേ, ആരെങ്കിലുമൊക്കെ വേണേ സൈൻ ചെയ്തോ. പക്ഷെ പുള്ളി വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷനിലായിരിക്കും എന്ന് തോന്നുന്നു. കാരണം വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പുള്ളി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഹാഫ് സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഓണർ ചെയ്യേണ്ടത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുള്ളിക്ക് ഏതൊക്കെ പൊസിഷനിലാണ് ആൾക്കാരെ വേണ്ടത് അവരെ വാങ്ങിച്ചു കൊടുക്കുക. കാരണം 100% ഒരു പോസിബിലിറ്റി ലീഗ് അടിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ പുള്ളി ചെയ്യുന്നു തോന്നുന്നു. കാരണം ഈ അമേരിക്കൻ ഓണേഴ്സിന് അധികം വിശ്വസിക്കാൻ പറ്റില്ല. അവര് മാക്സിമം ബിസിനസ് സൈഡ് മാത്രമേ നോക്കത്തുള്ളൂ. ഇങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വരെ ചിലപ്പോൾ വിചാരിക്കും. നമുക്ക് സമ്മറിൽ എന്തെങ്കിലും ചെയ്യാൻ, നിങ്ങൾ വണ്ടി ഓടിച്ചു പോടുക എന്നുള്ള രീതിയിലായിരിക്കും ഈ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഓണേഴ്സ് ചിന്തിക്കാൻ പോകുന്നത്. അതെ അതെ, ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ സമയത്ത് ഏകദേശം ഡിസംബർ ജനുവരി സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെക്കൻഡോ ഫസ്റ്റ് എങ്ങാണ്ടായിരുന്നു, പോയിന്റ് സെയിം ആയിരുന്നു സിറ്റി ആർസണൽ എങ്ങാണ്ടായിട്ട്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ നല്ല ഇതുപോലെ ഇതേ ടീം വെച്ച് ഇതുപോലെ ഇപ്പൊ ഫസ്റ്റോ സെക്കൻഡോ ഒന്നുമില്ല. അപ്പൊ ഇത് വെച്ച് തന്നെ ബാക്കി റൺ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള വിചാരമാണ് FSGക്ക്. അത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. കാര്യം ഇവര് വർഷങ്ങളായിട്ട് ഇപ്പൊ 2 കൊല്ലമൊക്കെ ആയിട്ട് അടുപ്പിച്ച് 3 ദിവസം കൂടുമ്പോൾ മാച്ച് 3 years ഇൻ ആൻഡ് ഔട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ്. ഇതിനകത്ത് നല്ല ഇന്റൻസിറ്റി കളിക്കുന്നവരുണ്ട്, ഇന്റൻസിറ്റി കളിക്കാത്തവരുണ്ട്, റൊട്ടേഷനിൽ വരുന്നവരുണ്ട്. എല്ലാ മാച്ചസും ഇപ്പൊ ലിവർപൂളിലെ എല്ലാ മാച്ചും കളിക്കുന്നത് അർണോൾഡും സലയും വാൻഡൈക്കും ഗ്രാൻബോച്ചും കൊണാട്ടയാണ്. ഈ പറഞ്ഞ ആർക്കോ സാല പിന്നെയും പോട്ടെ, നമുക്ക് അവിടെ റീപ്ലേസ്മെന്റ് ഉണ്ട്, ഔട്ട്പുട്ട് അതേപോലെ കിട്ടില്ല. പക്ഷെ നമുക്ക് അവിടെ ഒരാൾ കളിക്കാനുണ്ട്. പക്ഷെ അർണോൾഡും പോട്ടെ, നമുക്ക് അവിടെ ബ്രാഡ്ലി ഉണ്ട്. പക്ഷെ ഈ സെന്റർ ബാക്സ് 2 പേര്, അവർ 2 പേര് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആളില്ല. നമുക്ക് ഇറങ്ങാൻ പോകുന്ന ജോ ഗോമസും കോൺസായി, ഇവർ 2 പേരും കറബോ കപ്പിൽ നല്ലോണം കളിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ ലോങ് റണ്ണിൽ പ്രീമിയർ ലീഗിൽ, അതും ഇപ്പൊ യുണൈറ്റഡ് അമോറമിന്റെ അണ്ടറിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇവരുടെ കൂടെ ഇനി കളി വരാണ്ട് വീണ്ടും ഫെബ്രുവരിയിൽ.
ഇനിയിപ്പോ FA കപ്പിൽ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും, അറിയില്ല. ഇപ്പൊ കർബോ കപ്പിലും ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഡെപ്ത് വേണം. ഡെപ്ത് ഇല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. നമുക്ക് പറയില്ല, ഇപ്പൊ മെയിൻ പ്ലേയേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യാൻ 6 ഗോളെ പ്രീമിയർ ലീഗിൽ കൺസീഡ് ചെയ്തിട്ടുള്ളൂ ഇതൊരു ലിവർപൂൾ. അത് കൺസീഡ് ചെയ്യാത്തതിന്റെ കാരണം ഡിഫൻസ് ആണ്, വേറെ ഒന്നുമല്ല. അത് ഡിഫൻസ് ആണ്. വാൻ ഡൈക്കും കൊണാട്ടയാണ്. അപ്പൊ ഇതിനകത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ വരാൻ പോകുന്ന ജോ ഗോമസോ കോൺസയാണ്. അവർ ഇതേപോലത്തെ ഔട്ട്പുട്ട് തരുമോ? ഇല്ല, ഒരിക്കലും തരില്ല. തരുമായിരുന്നെങ്കിൽ അവരെന്തായാലും സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കപ്പ് എന്തായാലും വേണം, എന്തായാലും സൈനിങ്സ് വേണം. അല്ലെങ്കിൽ ഇഞ്ചുറീസ് വരും എന്തായാലും. അത് 100% ഒരു പോസിബിലിറ്റിയാണ്. ഇഞ്ചുറീസ് വരും. ഒരു 2 മാച്ച് നോക്കെങ്കിലും ആവാണ്ടിരിക്കില്ല ഒരു പ്ലെയർ. അതല്ലെങ്കിൽ അത്ഭുതമാണ് ആ പ്ലെയർ, ഏതെങ്കിലും ഒരു പ്ലെയർ. അപ്പോൾ നമുക്ക് ബാക്കിങ് എന്തായാലും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ക്രംബിൾ ചെയ്യും, ഉറപ്പുള്ള കാര്യം. അതെ, ഇപ്പോൾ ഞാൻ അലിസൺ ഇഞ്ചുറി ആയിട്ട് ഒരു 5-6 വീക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞപ്പോൾ കെലഹറുടെ കളി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ പെർഫോമൻസ് കൊടുക്കുമെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഹി വാസ് ബ്രില്യൻറ്റ്, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. പുള്ളിയുടെ ഷോർട്ട് സ്റ്റോപ്പിംഗ് ആയാലും റിഫ്ലെക്സ് ആയാലും എസ്പെഷ്യലി പുള്ളിയുടെ പൊസിഷനിങ് ഒക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. പുള്ളി തന്നെ എനിക്ക് തോന്നുന്നു ഡബിൾ സേവ് ഒക്കെ ചെയ്തിട്ട് ഒരു ക്ലോസ് റേഞ്ചിൽ ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്യാണ്ട് ലിവർപൂളിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ചില മത്സരത്തിൽ ലിവർപൂൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരിക്കും, സെക്കൻഡ് ഹാഫിലാണ് നിങ്ങൾ ഓൺ ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കൺസിഡർ ചെയ്യാൻ നിൽക്കേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കെലഹറുടെ റോൾ അവിടെ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹാപ്പിയാണോ പുള്ളിയുടെ ഒരു പെർഫോമൻസിൽ? അത് ഞാൻ ബ്രോഡ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കെലഹറിനെ അധികം റേറ്റ് ചെയ്യുന്നില്ല. അലിസൺ ഉള്ളപ്പോൾ കെലഹർ അവിടെ കളിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൊ പുള്ളിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പുള്ളിക്ക് അത് കാണിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ കണ്ടില്ലേ പുള്ളി. എനിക്ക് തോന്നുന്നത് ഏതൊരു പ്രീമിയർ ലീഗ് സൈഡിലും, എനിക്ക് തോന്നുന്നത് ലീവ് സിറ്റി ഓർ ലിവർപൂൾ, എനിക്ക് തോന്നുന്നത് ഏതൊരു സൈഡിനും ഈസി ആയിട്ട് സ്ലോട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് കെലഹർ. അത് വളരെ വളരെ ഇതാണ് കാര്യം. എനിക്ക് തോന്നുന്നത് ഏതൊരു സൈഡിനും നല്ലൊരു കീപ്പറിന്, എല്ലാ സൈഡിനും ഒരു കീപ്പർ വേണം നല്ലത്. എനിക്ക് തോന്നുന്നത് കെലഹർ, എനിക്ക് തോന്നുന്നത് അലിസണും എഡർസണും കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനിലാണ് എനിക്ക് തോന്നുന്നത് ഓൺ ദ ബോൾ എബിലിറ്റി ഞാൻ പറയുന്നില്ല, പക്ഷെ സേവ് വൈസ് ആ പിച്ചിൽ കൊടുക്കുന്ന ക്യാരക്ടർ, ആ ഒരു ബിഗ് മാൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് 3rd or 4th ബെസ്റ്റ് കീപ്പറാണ് കറന്റ്ലി ഇൻ പ്രീമിയർ ലീഗ്. കാര്യം അത്രയും ക്വാളിറ്റി ഉണ്ട് പുള്ളിക്ക്. ഹീസ് ടു ഗുഡ് ടു ബി എ സെക്കൻഡ് കീപ്പർ, ഞാൻ അത്രേ പറയുള്ളൂ. കാര്യം പുള്ളി അത് പുള്ളി ഇമ്പ്രൂവ്മെന്റ് വന്നാണോ അതോ പുള്ളിക്ക് ഓൾറെഡി ഉള്ളതാണോ എന്ന് എനിക്കല്ല. കാര്യം കഴിഞ്ഞ കൊല്ലം ഞാൻ പുള്ളി അധികം ട്രസ്റ്റ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞ. കപ്പ് ഗെയിംസിൽ പുള്ളി അടിപൊളിയായിരുന്നു, പക്ഷെ എന്നാലും പുള്ളി പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ പുള്ളി എന്തെങ്കിലും മണ്ടത്തരം ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, ഹീസ് ടോപ്പ് ക്ലാസ്. നമുക്ക് സത്യം പറഞ്ഞാൽ കീപ്പേഴ്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. 4-5 കീപ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ. ഇനിയിപ്പം മഹമ്മദ് വരാനും ഉണ്ട്. അപ്പോൾ കൂടെ എവിടെ കൊണ്ടുപോയി വെക്കും അറിഞ്ഞൂടാ, ആരെ കളിപ്പിക്കും അറിഞ്ഞൂടാ, അതാണ് വേറൊരു കാര്യം. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, ഞാൻ പണ്ട് മാനയുള്ള സമയത്ത് ഈ സലയും മാനയും തമ്മിൽ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി പാസ് കൊടുക്കത്തില്ല, ബോൾ റിലീസ് ചെയ്യത്തില്ല, അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ന്യൂനസിനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സലയാണ് ഞാൻ കാണുന്നത്. കാരണം ന്യൂനസ് ആ സൈഡിൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് ക്രോസ് ഇട്ട് കൊടുക്കുന്നു, അടിക്കുന്നു പറയുന്നു, ചില ചാൻസൊക്കെ പുള്ളി സ്കോർ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഓവറോൾ പ്ലേ മേക്കിംഗ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ അടിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ ഇപ്പോൾ സാറ് നന്നായിട്ട് ശ്രമിക്കുന്നത്. എസ്പെഷ്യലി നല്ല രീതിയിൽ ന്യൂനസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു റഫ് പാച്ചിലൂടെ പോയി ഇപ്പൊ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ ആ ഗോൾ ഷീറ്റിലേക്ക് വരേണ്ടത് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഇപ്പൊ ലൂയിസ് ഡിയാസ് ചില മത്സരത്തിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. എന്താണ് ഇവർ തമ്മിലൊരു കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും സ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുക? ഇല്ല, എനിക്ക് തോന്നുന്നില്ല സ്ലോട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം സലയോട് പറഞ്ഞിട്ടുണ്ടാവും. ക്ലോപ്പിന് അണ്ടറിൽ കിട്ടിയ റോൾ അല്ല ഇത്, നമുക്കറിയാം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇപ്പോ എന്നിട്ടും 0.67 മിനിറ്റ്സിലാണ് ഗോൾ അടിക്കുന്നത് സല. എന്നുവെച്ചാൽ 67 മിനിറ്റ്, എവറി 67 മിനിറ്റ്സ് പുള്ളി ഒരു ഗോൾ അടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സിസ്റ്റത്തിലായിട്ട് പോലും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു ഈക്വൽ റോളാണ്. ഒരു ക്രിയേറ്ററിന്റെ ഒരു വിത്ത് പ്രൊവൈഡ് ചെയ്യുന്ന വിങ്ങർ എന്ന് പറയുമ്പോൾ അതാണ് റോള്. ക്രിയേറ്റിവിറ്റി വേണം, അറ്റാക്കിംഗ് ഔട്ട്പുട്ട് വേണം, ഗോൾസ് വേണം. അപ്പോൾ മെയിൻ ഔട്ട്ലെറ്റ് സ്ട്രൈക്കറാണ്. ക്ലോപ്പിന്റെ സിസ്റ്റത്തിൽ മെയിൻ ഔട്ട്ലെറ്റ് വിങ്ങേഴ്സ് ആയിരുന്നു, അതാണ് വ്യത്യാസം. അപ്പോൾ സ്ട്രൈക്കറിന് മാക്സിമം ബോൾ സപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു പ്ലെയറിന്റെ മെച്യൂരിറ്റി കൂടെയാണ്. കണ്ടില്ല, പ്ലെയർ മെച്ചുവറായി വരുമ്പോൾ പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി, ഓൾറെഡി ക്രിയേറ്റീവ്ലി ടോപ്പ് ക്ലാസ് ആണ് സാല. അപ്പൊ എനിക്ക് തോന്നുന്നത് ക്രിയേറ്റിവിറ്റി പുള്ളി കാണിക്കുന്നതാണ് പിച്ചിൽ, അത്രേ ഉള്ളൂ. അത് ഡാർവിൻ ന്യൂനസ് പിന്നെ എപ്പോഴും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡാർവിൻ ന്യൂനസിനാണ് പാസ് കിട്ടുന്നത്. അപ്പൊ അതാണ് വേറൊരു കാര്യം. എനിക്കൊന്ന് 11-12 ഗോളം കണ്ട് ഈച്ച് അതർ അസിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡാർവിൻ ന്യൂനസും സാല. അപ്പൊ അതൊരു വലിയ നല്ല റാപ്പോ ആണ്. അപ്പോൾ അത് ഓവറോൾ സീസണിന്റെ എൻഡ് വരെ നോക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ആണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പൊ എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൂടി കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു ബ്രോ. ഗുഡ് നൈറ്റ്. ബൈ.